ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എനാനിയ ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. പൂജ്യത്തിൽ നിന്നും ആരംഭം എന്ന നമ്മുടെ സ്റ്റിച്ചിങ് സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്ന് നിൽക്കുകയാണ്. 6ാമത്തെ എപ്പിസോഡ് വരെ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും താങ്ക് യു. 6ാമത്തെ എപ്പിസോഡിൽ നല്ല നല്ല കമൻസൊക്കെ ഞാൻ കണ്ടായിരുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും ഇതേപോലെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വീഡിയോയും ഒരു ചെറിയൊരു തിയറി ക്ലാസ് ആണ്, ബേസ് ആണ്. ഞാൻ കൂടുതലും ബിഗിനേഴ്സിനാണ് ഈ വീഡിയോ ഇടുന്നത് തന്നെ. അപ്പം അവർക്ക് ഒരു ബേസ് കിട്ടിയില്ലെങ്കിൽ നേരെ സ്റ്റിച്ചിങ്ങിൽ കയറിയാൽ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഒരു തിയറി ക്ലാസ്സും കൂടെ ഇടാമെന്ന് കരുതുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് ലാഗടിയാണെന്ന് തോന്നുവാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങളിരുന്ന് ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തുണി എങ്ങനെ ഫോൾഡ് ചെയ്യാമെന്നും ഫോൾഡ് ചെയ്ത തുണിയിൽ എങ്ങനെ മാർക്ക് ചെയ്യാമെന്നുമാണ്. അതിൽ കുറച്ച് ടിപ്പ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബോഡി മെഷർമെൻ്റ് എടുത്തായിരിക്കണം ആദ്യം തുണി സ്റ്റിച്ച് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് തുണി എങ്ങനെയാണ് ആദ്യം ഫോൾഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഇത് കുറച്ചും കൂടെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതാണ്. നമ്മൾ തുണി എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത്? നീളത്തിലുള്ള തുണി ആദ്യം എന്ത് ചെയ്യും? 2ആയിട്ട് മടക്കും. ഓക്കെ, അപ്പോൾ ഇത് എത്ര ഫോൾഡായി? 2 ഫോൾഡായി. നമുക്ക് മൊത്തം 4 ഫോൾഡാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പം 2 ഫോൾഡിൽ കിടപ്പുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ കുർത്തയ്ക്കായാലും ബ്ലൗസിനായാലും നമ്മൾ നീളം അളന്ന് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം നീളം അളന്ന് വെച്ചിരിക്കുന്ന ആ ഒരു മെഷർമെൻറ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ 16 ഇഞ്ചോ 15 ഇഞ്ചോ ആയിരിക്കും നീളമെന്ന് കണക്കാക്കുക. ആ നീളം കിട്ടുന്ന ഭാഗം ഏതാണെന്ന് മനസ്സിലാക്കി ആ ഒരു വശത്തെ വേണം നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത് ഭാഗമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാനായിട്ട്. അപ്പം ആ ലെങ്ത് ഭാഗത്തെ ടോപ്പിൻ്റെ ലെങ്തായിട്ട് കണക്ക് കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് വശങ്ങൾ വേണ്ടേ? അതായത് 4 ഫോൾഡർ എടുക്കണ്ടേ? 4 ഫോൾഡർ എടുക്കണമെങ്കിൽ വീണ്ടും ഒരു മടക്ക് മടക്കണം. അപ്പം ആ മടക്ക് നമ്മൾ ഏത് വശത്തായിരിക്കണം? ഈ വശത്ത്, അതായത് നമുക്ക് ഓപ്പോസിറ്റ് വീതിയായിട്ട് കിടക്കുന്ന ഭാഗമായിരിക്കണം നമുക്ക് മടക്കി കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ മടക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം മടക്കാൻ. കാരണം നമുക്ക് കിട്ടുന്ന തുണിയുടെ പ്രിൻറ്റിങ്, ആ മോഡൽ, അതൊക്കെ ഏത് വശത്തേക്കാണ് വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കണം. അതുമാത്രമല്ല, നമുക്ക് ഇപ്പോൾ കടയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന മീറ്ററിന് മുറിച്ച് മേടിക്കുന്ന തുണികളുണ്ടല്ലോ, ആ തുണികൾക്കൊക്കെ ചിലപ്പോൾ വീതി കൂടുതലാണ്. അപ്പോൾ ആ വീതി കൂടുതൽ മതിയായിരിക്കും നമുക്ക് നീളമായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തുണി ഒരുപാട് ലാഭിച്ച് വെട്ടാനും സാധിക്കും. അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലായിരിക്കണം നമ്മൾ ഈ സ്റ്റിച്ചിങ്. അത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തുണി വെട്ടാൻ സമയത്ത് നമ്മൾ ഒരുപാട് ആലോചിക്കണം. തുണി വേസ്റ്റാക്കാതെ എങ്ങനെ വെട്ടിയെടുക്കാം, എങ്ങനെ ഈ പ്രിൻ്റ് കൃത്യമായിട്ട് നമുക്ക് ടോപ്പിന് ഫുള്ളായിട്ട് കൊടുക്കാം എന്നൊക്കെ ഒരുപാട് ആലോചിച്ചിട്ട് വേണം നമുക്കിത് വെട്ടിയെടുക്കാനായിട്ട്. അതൊക്കെ നമ്മൾ വരുന്ന എപ്പിസോഡിൽ പഠിക്കുന്നതായിരിക്കും. തുടർമാനമായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഫോൾഡ് ചെയ്തെടുത്ത ഈ തുണിയിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഫോൾഡ് ചെയ്ത തുണിയിൽ ഒരു ക്ലോസ്ഡ് ഭാഗമുണ്ട്, ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് അല്ലേ? അപ്പോൾ ക്ലോസ്ഡായ ഭാഗം നമ്മുടെ ഭാഗത്തോട് ചേർന്നിരിക്കും, ഓപ്പൺ ഭാഗം നമുക്ക് ഓപ്പോസിറ്റായിരിക്കും കിടക്കുന്നത്. ഇനി നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ പോവാണ്. നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മെഷർമെൻറ്റ് ചെയ്യേണ്ടത് ഏത് ഭാഗമാണ്? ഷോൾഡർ പോർഷനാണ്. ആദ്യം നമുക്ക് ഷോൾഡറിൽ നിന്ന് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഷോൾഡറിൽ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും കൂടെ നോക്കാം. അളവെടുക്കുന്നതിന് മുമ്പായിട്ട് അളവെടുക്കാൻ നിൽക്കുന്ന ആളെ നിവർത്തി നിർത്താനായിട്ട് ശ്രമിക്കുക. ചിലവർ കുനിഞ്ഞു നിൽക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കാം. അങ്ങനെ കൂനി നിൽക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന അളവ് കറക്റ്റ് ആകണമെന്നില്ല. എപ്പോഴും നെഞ്ച് നിവർത്തി പിടിച്ച് നിവർന്നിന്ന് വേണം നമ്മൾ അളവെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഷോൾഡറിൻ്റെ അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഫുള്ളായിട്ടും ഷോൾഡർ അളന്നെടുക്കരുത്. നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ഒരു ഷോൾഡർ ബോൺ ഉണ്ട് അല്ലേ? നമുക്കവിടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാം, ഒരു ബോൾ പോലെ നമുക്കവിടെ തള്ളി നിൽക്കുന്നത് കാണാം. അതായിരിക്കണം നമ്മുടെ ഷോൾഡർ പോയിൻ്റായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഒരു പോയിന്റിൽ നിന്നും മറ്റേ പോയിന്റ് വരെ നമുക്ക് ഇതുപോലെ അളന്നെടുക്കാം. അളന്നെടുത്ത് നമ്മുടെ ഈ ഷോൾഡർ മെഷർമെൻറ്റിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. അപ്പോൾ ചിലവർക്കെങ്കിലും ഒരു ഡൗട്ട് കാണും അല്ലേ, ഷോൾഡറിനെ എന്തുകൊണ്ടാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? നമ്മൾ ബാക്കിയെല്ലാം 4 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അതായത് 4 ഫോൾഡറായിട്ട് മടക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് 4ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത് എന്നൊരു സംശയം കാണും.
പക്ഷേ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഷോൾഡർ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ചുറ്റളവല്ല. നമ്മളെപ്പോഴും ചുറ്റളവിനെയാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ശരീരത്തിനെ നമ്മൾ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് ഈ ഒരു പോർഷൻ എല്ലാം ചുറ്റളവായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ചുറ്റളവ് എടുക്കുമ്പോഴത്തേക്കും ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിവിടെ മടക്കിയിട്ടിരിക്കുന്നത്. തുണിയിൽ ഒരു ഭാഗം റൈറ്റും ലെഫ്റ്റും ഉണ്ട് അല്ലേ. അപ്പോൾ റൈറ്റോ ലെഫ്റ്റോ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിരിക്കും തുണിയിൽ നമ്മളത് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബോഡി മെഷർമെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും അഥവാ ചുറ്റളവ് എടുക്കുമ്പോഴത്തേക്കും 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഷോൾഡർ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ചുറ്റളവായിട്ടല്ല, മറിച്ച് അത് പുറകിലെ വീതിയായിട്ട് മാത്രമാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് വീതി കണക്കാക്കുമ്പോൾ നമ്മൾ അതിനെ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അളന്നെടുത്ത ഷോൾഡറിൻ്റെ ഫോർ എക്സാമ്പിളായിട്ട് ഞാനിവിടെ 8 ഇഞ്ചാണ് അളന്നെടുത്തതെന്ന് വിചാരിക്കുക. 8 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൽ 2ൽ ഒരു ഭാഗം ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ 4 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അത് എവിടെ നിന്ന് വേണം നമ്മൾ അടയാളപ്പെടുത്തി തുടങ്ങാനായിട്ട്? ക്ലോസ്ഡായി കിടക്കുന്ന ആ ഒരു ഭാഗത്ത് ടേപ്പ് വെച്ച് ഓപ്പണായിട്ടുള്ള ഭാഗത്തേക്ക് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടതെന്ന്. ഇനി നമ്മൾ അടുത്തത് അളവെടുക്കേണ്ടത് ആം ഹോൾ റൗണ്ടാണ്. ആം ഹോൾ റൗണ്ട് അളവെടുക്കുമ്പോഴും ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ അളവെടുക്കുന്നത് പോലെ ഇങ്ങനെ ആയിരിക്കരുത് ആം ഹോൾ റൗണ്ട് അളവെടുക്കേണ്ടത്. നമ്മൾ ഷോൾഡർ അളന്നപ്പോൾ ഒരു ഷോൾഡർ ബോണിനെ പറ്റി പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ആ ഷോൾഡർ ബോണിൻ്റെ അവിടെ വെച്ചിട്ടായിരിക്കണം ആം ഹോൾ റൗണ്ട് നമ്മൾ ചുറ്റളവ് എടുക്കേണ്ടത്. അതായത് ആ ഷോൾഡർ ബോണിന് മുകളിലായിട്ട് ടേപ്പ് വരുന്ന രീതിക്ക് വേണം നമ്മൾ ആം ഹോള് ചുറ്റുമായിട്ട് അളവെടുക്കേണ്ടത്. ഇനി നമ്മൾ അളന്നെടുത്ത ആ ആം ഹോളിനെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? അതും 2 കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാനായിട്ട്. ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുത്ത ഈ ആം ഹോളിനെ നമ്മൾ ഷോൾഡർ പോയിൻ്റ് മാർക്ക് ചെയ്ത് നിർത്തിയ ആ സ്ഥലത്ത് നിന്ന് താഴേക്ക് വേണം അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സെറ്റായി. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കേണ്ടത് ചെസ്റ്റിൻ്റെ അളവാണ്. ചെസ്റ്റിൻ്റെ അളവെടുത്താൽ മാത്രമേ ആം ഹോളിന് ആം ഹോൾ കർവ് നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. നമ്മുടെ ആം ഹോൾ ഇരിക്കുന്നത് ഒരു കർവ് ഷേപ്പിലല്ലേ. നമുക്ക് ഇതേപോലെ ഒരു ലൈൻ വരച്ച് അങ്ങോട്ട് ഇടാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു ഷേപ്പ് ആക്കണം. ആ ഷേപ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ഷേപ്പ് വരയ്ക്കാനുള്ള തുണി നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കണം. ചെസ്റ്റ് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ മെഷർമെൻറ്റ് എടുക്കേണ്ട ആളുടെ കൈ ഇതുപോലെ ഒന്ന് ഇടുപ്പത്ത് വെക്കാൻ പറയണേ. അതിനുശേഷം വേണം നമ്മൾ മെഷർ ചെയ്യാനായിട്ട്. ചെസ്റ്റ് മെഷർമെൻറ്റ് എടുക്കുമ്പം നമ്മുടെ ടേപ്പ് ആം ഹോളിന് താഴെ നിൽക്കുന്ന രീതിക്ക് വേണം ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. ടേപ്പ് പിടിക്കുമ്പോൾ ഒരിക്കലും ടൈറ്റായിട്ട് പിടിച്ച് അളന്നെടുക്കാൻ ശ്രമിക്കരുത്. ഇതുപോലെ ചെറിയൊരു ലൂസ് വേണം. നമ്മൾ ടേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ടേപ്പ് നമ്മുടെ ശരീരത്തിന് ചുറ്റും ലൂസായിട്ട് ഒന്ന് മൂവ്മെൻ്റ് ആകുന്ന രീതിക്ക് വേണം ടേപ്പ് പിടിക്കാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്നില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ടൈറ്റായിട്ട് പിടിച്ചെടുക്കുന്ന ആ ടേപ്പിൻ്റെ ആ അളവിൽ നിന്നും 1 ഇഞ്ച് ലൂസാക്കി വേണം എടുക്കാനായിട്ട്. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? 2 വിരൽ അകത്ത് കടത്തി വിട്ടതിന് ശേഷം, ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമ്മുടെ 2 വിരൽ ടേപ്പിന് അകത്ത് നിൽക്കുന്ന രീതിക്ക് പിടിച്ചിട്ട് വേണം അളന്നെടുക്കാൻ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ലൂസായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് കിട്ടും. ഇനി നമ്മൾ ചെസ്റ്റ് അളന്നെടുത്ത ആ ഒരു മെഷർമെൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുത്ത ആ ഒരു മെഷർമെൻറ്റ് ആം ഹോള് വരച്ച് നിർത്തിയ ആ ലൈനിന് താഴെ ആയിരിക്കണം മെഷർമെൻറ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ആം ഹോളിന് താഴെയായിട്ട് ഞാൻ ടേപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഞാനിവിടെ അളന്നെടുത്ത ചെസ്റ്റ് മെഷർമെൻറ്റ് 18 അപ്പോൾ 18നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 4.5 കിട്ടി. ആ 4.5യുടെ കൂടെ ഞാൻ 1 ഇഞ്ച് സീം എലമെൻറ്റ്സ് ആഡ് ചെയ്ത് 5.5 ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. സീം എലമെൻറ്റ്സ് നമ്മൾ ഇടേണ്ടത് ഏതെല്ലാം ഭാഗത്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരിക്കലും ഷോൾഡർ എടുത്തപ്പോൾ ഞാൻ സീം എലമെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞില്ല. ആം ഹോൾ എടുത്തപ്പോഴും സീം എലമെൻറ്റ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് ഈ ഒരു ഭാഗത്ത് നമ്മൾ മെഷർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ സീം എലമെൻറ്റ്സ് ആഡ് ചെയ്തിരിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആം ഹോളിന് ഒരു കർവ് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഒരു ഷേപ്പ് എന്തുവാ? എൽ ഷേപ്പാണല്ലേ. അപ്പോൾ ആ എൽ ഷേപ്പ്
അതേപോലെ ഇട്ടാൽ നമ്മുടെ ബോഡിക്ക് അത് സൂട്ടാകുമോ? ഇല്ല. നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ ഒരു ഷേപ്പ് പോലെയാണ്, കർവ് പോലെയാണുള്ളത്. അപ്പോൾ ആ ഒരു കർവ് നമുക്ക് ഇവിടെയും ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ആം ഹോളിൽ നമുക്ക് ഒരു കർവ് ഷേപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ആ കോണോട് ചേർത്ത്. ഇപ്പം അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. നമുക്ക് ഇതിനെല്ലാം ഒരു കാൽക്കുലേഷൻ ബേസ്ഡ് ഉണ്ട്. അപ്പോൾ ആ കാൽക്കുലേഷൻ നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇവിടെ ഞാനിപ്പോൾ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ കോർണറിൻ്റെ അവിടെ നിന്ന് മുകളിലേക്കായി ഒരു 1/2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആം ഹോൾ നമ്മൾ വരച്ച ആ ഒരു ലൈനിൽ അതിൻ്റെ സെൻറ്റർ പാർട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇപ്പം ആം ഹോൾ വരച്ചത് 4 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ പാർട്ട് വരുന്നത് 2 ആണ്. അപ്പോൾ 2 ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആം ഹോളിന് ഒരു ഷേപ്പ് വേണമല്ലോ. ആ ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ജസ്റ്റ് നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു ലൈനിൽ നിന്ന് തുടങ്ങി ആ പോയിൻ്റ് എത്തുമ്പോൾ ചെറുതായിട്ടൊരു കർവ് ഷേപ്പ് കൊടുത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളവിടെ ആം ഹോൾ കർവിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു മാർക്ക് തൊട്ട് വേണം നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. ജസ്റ്റ് ഇതേപോലെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുക. നമുക്ക് ആം ഹോളൊക്കെ ഷേപ്പ് ചെയ്യാനായിട്ട് ആം ഹോൾ കർവ് ഷേപ്പ് സ്കെയിലൊക്കെ കിട്ടും. അപ്പം അതൊക്കെ മേടിച്ച് വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആവാം. പക്ഷെ നമ്മൾ ജസ്റ്റ് പഠിക്കുമല്ലേ, അപ്പോൾ നമുക്ക് കൈ വെച്ച് തന്നെ ഷേപ്പ് ചെയ്തെടുത്ത് നോക്കാം. ഇനി നമ്മൾ മെഷർ ചെയ്യേണ്ടത് നെക്ക് പാർട്ടാണ്. നെക്ക് പാർട്ട് നമ്മൾ മെഷർ ചെയ്യേണ്ടത് ഷോൾഡർ പാർട്ട് നമ്മൾ മെഷർ ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു മെഷർമെൻറ്റ് അകത്ത് നിൽക്കുന്ന രീതിയിലാണ് നെക്ക് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഷോൾഡർ ഞാനവിടെ 4 മാർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ പാർട്ടിൻ്റെ അകത്ത് 4ൻ്റെ അകത്ത് വരുന്ന ഒരളവായിരിക്കും നെക്ക് പോയിൻ്റായിട്ട് വരുന്നത്. കഴുത്തിന് എത്ര വീതി കൊടുക്കണം, കഴുത്തിന് എത്ര ഇറക്കം കൊടുക്കണം എന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അത് കസ്റ്റമറിൻ്റെ ചോയ്സാണ്. ചിലവർക്ക് ഇറക്കം കൂടുതൽ വേണം എന്നുള്ളവർ കാണും, ചിലവർക്ക് ഇറക്കം കുറഞ്ഞ കഴുത്ത് മതി എന്നുള്ളവർ കാണും. അപ്പോൾ അതൊക്കെ കസ്റ്റമറിൻ്റെ ചോയ്സായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായൊന്നും ഇതിൽ വിശദീകരിക്കുന്നില്ല. അത് നമ്മൾ വരുന്ന ഓരോരോ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടും വിശദീകരിച്ച് തരുന്നതാണ്. അടുത്തതായി നമുക്ക് എടുക്കേണ്ടത് അരവണ്ണമാണ്, അതായത് വേസ്റ്റ് റൗണ്ട്. നമ്മുടെ വയറിൻ്റെ കുഴിഞ്ഞ ഭാഗമാണ് അരവണ്ണമായി എടുക്കേണ്ടത്. സാധാരണ ബോഡി മെഷർമെൻറ്റ് എടുക്കാതെ നമ്മൾ അളവായി കണക്കാക്കുന്നത് ഷോൾഡറിൽ നിന്നും താഴേക്ക് 14 ഇഞ്ച് എവിടെയാണോ വരുന്നത് അതാണ് അരവണ്ണമായിട്ട് നമ്മൾ എടുക്കുന്നത്. അവിടെ നിന്ന് വേണം, ആ ഒരു മെഷർമെൻറ്റിൽ നിന്ന് വേണം അരവണ്ണം നമ്മൾ എടുത്തതിനെ 4 ഡിവൈഡ് ചെയ്ത് ആ ഒരു മെഷർമെൻറ്റ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴേക്ക് ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ് വേസ്റ്റ് റൗണ്ടിൻ്റെ പോയിൻ്റ്. അതിനുശേഷം ക്ലോസ്ഡായ ആ പോയിന്റിൽ നിന്നും ആ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതായത് വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ഭാഗമാണ് 3.5 ഇഞ്ച്. ആ 3.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കൂടാതെ 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ടും ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇടുപ്പിൻ്റെ വണ്ണമാണ്, അതായത് ഹിപ്പ് റൗണ്ട്. ഇടുപ്പിൻ്റെ ഏറ്റവും വീതിയുള്ള ഭാഗത്തു കൂടി വേണം ടേപ്പ് ചുറ്റിയെടുക്കാനായിട്ട്. സ്ലിറ്റുള്ള കുർത്തകൾക്ക് ഈ അളവ് കൃത്യമായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ടൈറ്റ് ആവാതെയും ഒരുപാട് ലൂസ് ആവാതെയും നമുക്ക് കൃത്യ അളവ് കിട്ടണമെങ്കിൽ ഈ ഹിപ്പ് റൗണ്ട് വളരെ മസ്റ്റാണ്. അതെടുക്കുമ്പോഴും നമ്മൾ ഒരുപാട് ടേപ്പ് ചുറ്റി വരിഞ്ഞെടുക്കരുത്, ഒരുപാട് ലൂസായിട്ടും എടുക്കരുത്. ഞാൻ മുമ്പ് കാണിച്ചു തന്നതുപോലെ 2 വിരൽ ടേപ്പിൻ്റെ അകത്ത് നിർത്തിയിട്ട് വേണം ഇതിൻ്റെ അളവെടുക്കാനായിട്ട്. ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴേക്ക് നീളം കുറഞ്ഞവർക്ക് 20 ഇഞ്ചും നീളം കൂടിയവർക്ക് 21 ഇഞ്ചുമായിരിക്കും. ആ ഒരു പോയിന്റിലാണ് നമ്മൾ ഹിപ്പ് റൗണ്ടിൻ്റെ 4/1 അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഹിപ്പ് റൗണ്ടിൻ്റെ 4/1 ഭാഗം 4.5 അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 4.5യുടെ കൂടെ ഒരു 1 ഇഞ്ചും കൂടെ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് സ്ലിറ്റുള്ള ചുരിദാറാണെങ്കിൽ നമുക്ക് ആ സ്ലിറ്റിൻ്റെ പോർഷൻ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഹിപ്പിൻ്റെ അവിടെ നിന്നും താഴേക്ക് നമ്മൾ എത്ര നീളമാണോ ഇട്ടിട്ടുള്ളത്, ചുരിദാറിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളത്, അവിടം വരെ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ പോയിന്റുകളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം.
നമ്മൾ മെയിൻ മെഷർമെൻറ്റും ചെയ്തിട്ടുണ്ട്, സീം എലമെൻറ്റ്സ് ആഡ് ചെയ്തതും മെഷർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ മെയിൻ മെഷർമെൻറ്റും സീം എലമെൻറ്റ്സും പ്രത്യേകം മാർക്ക് ചെയ്യുമെങ്കിലും നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും സീം എലമെൻറ്റ്സിൽ മാർക്ക് ചെയ്തെടുത്ത ആ ഷേപ്പിങ്ങിൽ കൂടെ വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അപ്പോൾ നോക്കിക്കേ, നമ്മളൊരു എക്സാമ്പിളായിട്ട് കട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഒരു കുർത്തയുടെ ഷേപ്പിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്, അവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നത്. നമ്മൾ തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ നമ്മുടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, കൂടെ ആ ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.